ഹലോ ഗൈസ്. ഞാൻ കയ്യെന്താ ചെയ്യാ? ഹലോ ഗൈസ്. എങ്ങനെ പറയാ? ഇച്ചിരി പൊളൈറ്റ് ആയിട്ട്. ബാക്കി മറന്നുപോയി. ഹലോ ഗൈസ്. ഇതിനൊന്നും എനിക്ക് ആൻസർ പറയണ്ടല്ലോ. ഹലോ ഹലോ ഗൈസ്. ഇല്ല ഇല്ല പറ്റുന്നില്ല. ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഇല്ല. ഹലോ ഗൈസ്. ലാസ്റ്റ് വീക്ക് Q&A ഇട്ടപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടേക്ക്. മറ്റല്ല, സ്വിഗ്ഗിയിൽ എല്ലാ ഡേയും ഒരേ ടൈമിലാണോ ഓപ്പൺ ആകുന്നത്? അങ്ങനെയാണോ ഫിക്സ് ചെയ്തത്? അതല്ല, അങ്ങനെയാണോ ടൈം ഫിക്സ് ചെയ്തതെന്നുണ്ട്. നമ്മൾ സ്വിഗ്ഗിയിലല്ല ഉള്ളത്, സ്വിഗ്ഗി മിനീസിൻ്റെ അകത്താണുള്ളത്. സ്വിഗ്ഗിൻ്റെ തന്നെ വേറൊരു സെക്ഷനാണ് സ്വിഗ്ഗി മിനീസ്. നമ്മൾ 12 to 10 PM ആണ് ഓപ്പൺ ആയിട്ടുള്ളത് സ്വിഗ്ഗി മിനീസിൻ്റെ അകത്ത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടൈമിങ്സ്. ഇതിപ്പോൾ സ്വിഗ്ഗി മിനിക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന മാതിരി ഉണ്ടല്ലോ. ഒരെണ്ണായ എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷമല്ലേ സ്വിഗ്ഗി ഓപ്പൺ ആകുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഒരു 10 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബേക്കിംഗ് തീരും. ബ്രൗണീസ് ഒക്കെ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഒരു 12 ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സ്വിഗ്ഗി മിനീസ്. ഓക്കെ ഓക്കെ അടുത്തത്, അറ്റ് വാട്ട് ഏജ് യു സ്റ്റാർട്ടഡ് ബേക്കിംഗ് ആൻഡ് യുവർ ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് ഇൻ ബേക്കിംഗ്? അറ്റ് വാട്ട് ഏജ് എന്നാണ് പറയുന്നത്? ഏജ് ഞാൻ പറയുന്നില്ലോ. നമ്മൾ 2020 കോവിഡ് സമയത്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഓക്കെ, നമ്മൾ 2020 കോവിഡ് സമയത്താണ് മിസ് ബേക്കർ കൊച്ചി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് എപ്പോഴും മാക്രൂൺസ് തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് 4 to 5 years എടുത്തു മാക്രൂൺസ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാക്രൂൺസിൻ്റെ ആ ഒരു ജേർണീനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മതിയില്ലേ, പോയി നോക്കാൻ പറയണോ അവരുടെ അടുത്ത്. സ്വിഗ്ഗിയിലിടുന്ന എല്ലാ പ്രോഡക്ട്സും സോൾഡ് ഔട്ട് ആവാറുണ്ടോ? സോൾഡ് ഔട്ട് ആവാറുണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ പറയാം. എല്ലാ പ്രോഡക്ട്സും സോൾഡ് ഔട്ട് ആവാറുണ്ട്. നമ്മൾ ലിമിറ്റഡ് ബോക്സസ് മാത്രമേ സ്വിഗ്ഗീൻ്റെ അകത്ത് ഇടാറുള്ളൂ എല്ലാ ദിവസവും. അന്നത്തെ പ്രീ ഓർഡേഴ്സ് എന്തൊക്കെയാണോ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ബോക്സസ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് സ്വിഗ്ഗീൻ്റെ അകത്ത് ഇടാറുള്ളത്. വീക്കെൻഡ്സ് ആണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്. അപ്പോൾ വീക്കെൻഡ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ പ്രോഡക്ട്സ് ഇടാറുള്ളത്. ക്യാൻ ഐ നോ അബൌട്ട് സ്വിഗ്ഗി? സോറി, സ്വിഗ്ഗിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വിഗ്ഗി മിനീസിനെ പറ്റിയിട്ട് എനിക്കറിയുള്ളൂ. സ്വിഗ്ഗിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ സ്വിഗ്ഗി മിനീസിൻ്റെ അകത്താണുള്ളത്. സ്വിഗ്ഗി മിനീസിൻ്റെ അകത്ത് ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി മിനി സെല്ലർ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമർ കെയർ മെയിൽ ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ മെയിൽ അയച്ചാൽ മതി. ഞാൻ എന്തുകൊണ്ട് സ്വിഗ്ഗി അല്ലാണ്ട് സ്വിഗ്ഗി മിനീസിൽ ജോയിൻ ചെയ്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഭയങ്കര കുറവാണ്. അവർ പ്ലാറ്റ്ഫോം ഫീസ് മാത്രമേ എടുക്കുന്നുള്ളൂ സ്വിഗ്ഗി മിനീസിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ടാണ് സ്വിഗ്ഗി മിനീസിൽ മിസ് ബേക്കർ കൊച്ചി ഉള്ളത്. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഹൗസ് യുവർ ഐഡിയൽ ഡേ ലുക്ക് ലൈക്ക്? കരയിപ്പിക്കാന്നൊക്കെ എൻ്റെ സോഷ്യൽ ലൈഫിന്റെ കഥ കേട്ടിട്ട് ദീർഘശ്വാസമൊക്കെ ഇട്ടിട്ട് പറയേണ്ട വരും അത്. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ഒരു 5 മണിക്ക് എണീറ്റ് ഒരു 6 ആകുമ്പോഴത്തേക്കും നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 6 to 10 വരെ അന്നത്തെ ദിവസത്തെ ഓർഡേഴ്സും പിറ്റേ ദിവസം ചെയ്യാനുള്ള കേക്കും അതൊക്കെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 11-12 ആകുമ്പോഴത്തേക്കും സ്വിഗ്ഗിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സ്വിഗ്ഗീൻ്റെ അകത്തിടും. ഒരു 12 to 2 ഞാൻ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയി തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിറ്റേ ദിവസത്തെ കേക്കിൻ്റെ പണികളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു 6-7 ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആവും. ഒരു 10 വരെ നമുക്ക് സ്വിഗ്ഗി മീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ 10 മണി വരെ സ്വിഗ്ഗി ഓണായിരിക്കും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി പിന്നെയും റിപ്പീറ്റ് ആയിരിക്കും. ഓർഡർ റെഡ് വെൽവെറ്റ് ഓഫ് ആക്കിക്കോട്ടോ. ഹൗ വാസ് ദ ബിസിനസ് ജേർണി? ഹൗ ഡു യു സ്റ്റാർട്ട് ഇറ്റ് എന്നൊക്കെ പറയും ആൾക്കാർ. ബിസിനസ് ജേർണി എങ്ങനെയായിരുന്നു? നല്ല പാടായിരുന്നു. നല്ലായിരുന്നു, അടിപൊളി. ഞാൻ ചിരിക്കാൻ മറന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാനൊരു വിഷ്വൽ മീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. വിഷ്വൽ മീഡിയ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഷൂട്ട്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ആയിരുന്നു എൻ്റെ മെയിൻ സബ്ജക്റ്റ്. ബേബി ഷൂട്ട്സും വെഡ്ഡിങ്സും ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 5 to 6 years. അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഷൂട്ട്സ് ഒന്നും നടക്കാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരുന്ന് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെല്ല് ചെയ്ത് തുടങ്ങുമെന്ന്. അപ്പം അതായിരുന്നു ഒരു ജേർണി മിസ് ബേക്കർ കൊച്ചീൻ്റെ. ഹൗ വാസ് ദ ബിസിനസ് ജേർണി? ടഫായിരുന്നു.
പക്ഷേ നല്ലതായിരുന്നു. ബിസിനസ് ജേർണി നമ്മള് ബിസിനസ് എന്നുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നെ. കോവിഡ് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ പോകാം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ ഡിമാൻഡ് അതിനനുവദിച്ചില്ല. നമ്മള് ഫോട്ടോഗ്രാഫി പയ്യെ നിർത്തി. ഫുൾ ടൈം ബേക്കറായി ഞാന്. അങ്ങനെയായിരുന്നു മിസ് ബേക്കറിന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ഇയേഴ്സ് നമ്മള് വീട്ടിൽ തന്നെയായിരുന്നു ബേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നെ. പിന്നെ നമുക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് പയ്യെ ഷിഫ്റ്റ് ചെയ്തു. ബേക്കിംഗ് വേറൊരു സ്ഥലത്തേക്കാക്കി. അങ്ങനെയായിരുന്നു ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നെ. ബിസിനസ് ഗ്രോ ചെയ്യുന്നത് എപ്പോഴാ മനസ്സിലായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് GST എടുത്തു. GST എടുക്കുന്നത് ഒരു വലിയ സ്റ്റെപ്പാന്ന് അപ്പോഴാ മനസ്സിലായിട്ടുണ്ടായിരുന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നമുക്ക് കണ്ടറിയാം. ആസ് എ ബിഗിനർ ഓഫ് ബേക്കിംഗ്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസ്. സോ വിച്ച് ഓവൻ ഓർ OTG? ഞാൻ ബേക്കിംഗ് തുടങ്ങിയ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോർഫി റിച്ചാർഡ്സ് ആയിരുന്നു. അതിൻ്റെ 60 ലിറ്റേഴ്സ് ആയിരുന്നു അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രൗണീസ് ആണെങ്കിലും കേക്ക്സ് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും മോർഫിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 60 ലിറ്റേഴ്സ് നല്ല യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. ഞാൻ വാങ്ങിച്ചത് ഒരു 7 ഇയേഴ്സ് ബിഫോർ ആയിരുന്നു. അന്ന് അതിന് 15,000-16,000 എന്തോ ആയിരുന്നു. അതിന് ഇതുവരെ ഒരു ടെക്നിക്കൽ ഇഷ്യൂവോ അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മോർഫി റിച്ചാർഡ് 60 ലിറ്റേഴ്സ് നല്ലതായിരുന്നു. പോരെ? മതിയില്ലേ? ഹൗ ടു സ്കെയിൽ അപ്പ് സെയിൽസ് ഇൻ സ്വിഗ്ഗി മീൻസ് എനിക്കും പറഞ്ഞാ. വി പോസ്റ്റ് സ്റ്റോറീസ് കൺസിസ്റ്റൻ്റ്ലി ബട്ട് വി ഡോണ്ട് ഗെറ്റ് ഓർഡേഴ്സ്. മനു വരണം ഇതിന്. അടുത്തത് നോക്കാം അല്ലേ? സ്റ്റോറീസ് ശരിക്കും ഒരു നല്ല മാർക്കറ്റിംഗ് ടൂളാണ്. കാരണം സ്റ്റോറീസ് വഴിയാണ് എനിക്കും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറുള്ളത്. അപ്പം സ്റ്റോറീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാഫിക് കൂടും. ആ ട്രാഫിക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ജോബ്. ടഫ് ജോബ്. എന്നെക്കൊണ്ട് ഇത് പറ്റൂല. കൺവേർഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തൊരു ടൂള് റിവ്യൂസാണ്. കസ്റ്റമർ റിവ്യൂസ് തരുമ്പോൾ അത് ഞാൻ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടും റീഷെയർ ചെയ്യാറുണ്ട്. അതൊരു ട്രസ്റ്റ് ബിൽഡിംഗ് ഫാക്ടറാണ്. ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു യുവർ പോസ്റ്റ്. ഡു യു പ്ലാൻ ടു കണ്ടക്ട് ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് യുവർ പ്രൊഡക്ട്സ്? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഈ വീഡിയോ തന്നെ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് അറിയുള്ളൂ. ക്ലാസ്സസ് എനിക്ക് ഡെയിലി ഒരു 50 to 60 മെസ്സേജ്. അത് ഓവറല്ലേ? എനിക്ക് ഡെയിലി ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അതിൻ്റെ അകത്ത് പകുതി മെസ്സേജസും ക്ലാസ്സസ് എടുക്കുമോ വർക്ക്ഷോപ്പ് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇല്ല, ക്ലാസ്സസ് ഞാൻ എടുക്കാറില്ല. ക്ലാസ്സസ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി. പക്ഷെ എന്തായാലും ഈ ഒരു 1 ഇയർ 2 ഇയേഴ്സിൽ എന്തായാലും ഇല്ല. ലേറ്റർ ഓണേ എന്തായാലും ഉണ്ടാവുള്ളൂ. അതന്നെ. ഇപ്പം ക്ലാസ്സസ് ഇല്ല. സ്റ്റാർട്ട് ഇൻ സ്റ്റോർ പിക്കപ്സ്. ഓൾസോ ടെൽ us സംതിങ് അബൌട്ട് യുവർ ജേർണി ബിക്കമിങ് എ ബേക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ കൂടെ സ്റ്റാർട്ട് ഇൻ സ്റ്റോർ പിക്കപ്സ്. പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇൻ സ്റ്റോർ പിക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത അരവിന്ദ് ഡോക്ടറിനെ അറിയാമോ? ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ്. അരവിന്ദ് ഡോക്ടറിനെ അറിയാം. അരവിന്ദ് ഡോക്ടറും നമ്മുടെ ഫുഡി മേനനുമാണ് ആദ്യം കുക്കീസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ക്ലാസിക് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്ന് പറഞ്ഞിട്ട് ബേസിക് കുക്കീസാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ കോവിഡിൻ്റെ സമയത്ത്. അപ്പം കോവിഡിൻ്റെ സമയത്ത് കോവിഡൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും അവരെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കീസും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കിയതാണല്ലോ, ഹോം മെയ്ഡ് ഫ്രഷ്ലി ബേക്ക്ഡ് കുക്കീസ്. അപ്പോൾ അവർ പറഞ്ഞു സൂപ്പറാണ്, സെല്ല് ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ജേർണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡൺ. വാട്ട് വാസ് വൺ മേജർ കിച്ചൺ മിസ്ഹാപ്പ് ആൻഡ് ഹൗ ഡിഡ് യു സാൽവേജ് ഇറ്റ്? മേജർ കിച്ചൺ മിസ്ഹാപ്പ് പറയുകയാണെങ്കിൽ കേക്ക് ബേക്കിംഗ് തന്നെയാണ്. കാരണം ഞാൻ പഠിക്കാത്തത് കൊണ്ട് യൂട്യൂബിൽ ഓരോ റെസിപ്പി നോക്കിയാണ് ഞാൻ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ചില സമയത്ത് ഇപ്പോൾ രാത്രിയൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഭയങ്കര ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സ്റ്റെബിലൈസറോ അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാത്രി ബേക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബേക്ക് ചെയ്യുന്ന ആ ഒരു സമയം ആ സമയത്തിനെക്കാട്ടും കൂടുതൽ എടുക്കാറുണ്ട്. അപ്പം കുറേ അങ്ങനെ കേക്ക്സ് കൊളായിട്ടുണ്ട്. ഇങ്ങനെ ആവാത്ത കേക്ക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് എങ്ങനെ ശരിയാക്കിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ രാത്രി ഉണ്ടാക്കും, അങ്ങനെ ശരിയാക്കും. അല്ലാണ്ട് വേറെ
ഇടയ്ക്ക് കരയും. ഒന്നും പറ്റാതെ ആകുമ്പോഴത്തേക്കും ആ സമയത്ത് ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കരയും. എൻ്റെ കേക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷൻ തരും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒന്നും കൂടി ഇരുന്നോട്ടെ, കാല് വേദനെടുക്കുന്നു. ഓക്കെ. ഹൗ ഡിഡ് യു ഹാൻഡിൽ ദ ഇൻഫ്ലക്സ് ഓഫ് ഓർഡേഴ്സ് വൺസ് യുവർ പേജ് സ്റ്റാർട്ടഡ് ഗ്രോയിങ്? എനിക്കും കൂടി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. കരയുക, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ഓർഡേഴ്സ് കൂടിയപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ വീട്ടിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം സ്പേസ് കൺസ്ട്രെയിൻസ് സ്പേസ് കൺസ്ട്രെയിൻസ് സ്ഥലത്തിൻ്റെ ആ ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പുതിയൊരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നത് ബേക്കിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ കുറച്ച് ബേക്കിംഗ് ഒക്കെ തുടങ്ങി. അപ്പം വീണ്ടും ഓർഡേഴ്സ് കൂടാനായി. അപ്പം നമ്മൾ പുതിയ അവൻ വാങ്ങി. അപ്പം അങ്ങനെയാണ് നമ്മൾ അവൻ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കുറേ സമയം അവിടെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ മോർഫിയിൽ ഒരു 500 ഗ്രാംസിൻ്റെ 4 ബ്രൗണീസ് വെക്കുന്ന സമയത്ത് പുതിയ അവൻ്റെ അകത്ത് നമുക്ക് 16 1 2 3 4 5 6 7 8 9 10 11 12 500 ഗ്രാംസിൻ്റെ 12 ബ്രൗണീസ് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ആ ഒരു സെയിം ടൈം ഫ്രെയിമിൽ. അതുകൂടാതെ സ്വിഗ്ഗി മിനീസിൽ ഓൺബോർഡ് ചെയ്തത് എനിക്കൊരു വലിയ ടൈം സേവർ ആയിരുന്നു. കാരണം നമ്മൾ ആദ്യം വാട്സാപ്പ് വഴി ഓരോ ഓർഡേഴ്സ് എടുത്ത് അവർക്ക് നമ്മൾ തന്നെ ഡെലിവറി ബുക്ക് ചെയ്ത് കൊടുക്കുമ്പം ഒരു 10-12 ഓർഡറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പകുതി ദിവസം പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് മാറി നമ്മൾ സ്വിഗ്ഗി മിനീസിലേക്കായപ്പം ഡയറക്റ്റ് ആൾക്കാർക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ടൈം നമുക്ക് ഇപ്പോൾ സേവ് ആവുന്നുണ്ട്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഓരോ ഗ്രോത്തിനും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിൽ വെള്ളം വരുന്നില്ല, വായിൽ നാക്കാവുന്നില്ല. ഹൗ ക്യാൻ ബിൽഡിംഗ് ബേക്കേഴ്സ് സ്കെയിൽ ഓൺ പ്രോഫിറ്റ് ആൻഡ് വാട്ട് ക്യാൻ ബി നെക്സ്റ്റ് സ്റ്റെപ്പ് വൺസ് എസ്റ്റാബ്ലിഷ്ഡ്? ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യന് ടെക്സ്റ്റ് ബുക്ക് ആൻസർ ഇല്ല. ഓരോ ആൾക്കാർക്കും ഓരോ നീഷാണ് ബിസിനസ്സിന്. എൻ്റെ നീഷ് ബ്രൗണീസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നവരെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൗ മച്ച് ടെമ്പറേച്ചർ നീഡഡ് ഫോർ ഷിഫോൺ സ്പോഞ്ച് കേക്ക്സ് ബ്രൗണീസ് ആൻഡ് കുക്കീസ്? എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മെസ്സേജാണ് ഇൻസ്റ്റാഗ്രാമിൽ, എത്രയാണ് എൻ്റെ ബ്രൗണീസിൻ്റെ ടെമ്പറേച്ചറിൽ ഞാൻ ഓവൻ വെക്കുന്നത്. കറക്റ്റ് ടെമ്പറേച്ചർ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഫിക്സഡ് ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. കാരണം റെസിപ്പിയും അവനും അനുസരിച്ചിരിക്കും ഓരോ ബ്രൗണീൻ്റെയും ടെമ്പറേച്ചർ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി തന്നെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അവൻ 1 2 3 4 5 6 7 8 9 10 അവനാണ്. അവൻ ഡീറ്റെയിൽസ് എങ്ങനെ തുടങ്ങുക? ഞാൻ പുതിയ അവൻ അപ്ഗ്രേഡ് ചെയ്തത് യുനോക്സിൻ്റെ ഡൊമിനിക്കയാണ്. ഡൊമിനിക്ക ഞാൻ എടുത്തത് അരോമ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹരിയാനയിലുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. യുനോക്സിന് കേരളയിൽ ഡീലേഴ്സ് ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഹരിയാനയിൽ നിന്ന് എടുത്തത്. അടുത്തത് അവന് എത്രയായിരുന്നു? അവന് 94,900 ആയിട്ടുണ്ടായിരുന്നു. അവർ ബൈ റോഡാണ് ഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട വന്നു. ഷിപ്പിംഗ് ചാർജസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 4,059 ആയിരുന്നു കേട്ടോ. ഞാൻ ഈ അവൻ വാങ്ങിക്കുന്നത് നവംബർ 2024 അപ്പം ഈ സെയിം റേറ്റ്സ് തന്നെ ആയിരിക്കണം എന്നില്ല, റേറ്റ്സ് ഡിഫർ ചെയ്യും കേട്ടോ. ഡൊമിനിക്ക മോഡലിൽ 4 ട്രേ ആണ് വരുന്നത്. 4 ട്രേസ് ഇവർ തരൂല, ട്രേസ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേക്കേഴ്സ് ടേബിൾ ഡൽഹിയിൽ നിന്നാണ് നമ്മൾ ട്രേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 8 ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 10,375 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് കൊടുത്തിട്ടുണ്ടായിരുന്ന 1,750 എന്തോ ആയിരുന്നു. ഇനി സ്റ്റാൻഡ് എക്സ്ട്രാ പണിയിപ്പിച്ചതും ഇലക്ട്രിക് വർക്കും. അവൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു സ്റ്റാൻഡും ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എറണാകുളം പുല്ലേപ്പടിയിൽ നിന്നാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ സ്റ്റാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 12,500 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് വർക്ക്സ് ആയിരുന്നു. ഇപ്പം മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ വയറിങ് എടുത്തിട്ട്
വേറെ സ്വിച്ച് ബോർഡ് വെച്ചിട്ടാണ് അവൻ നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്ന പവറിൻ്റെത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് 6500 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആകെ മൊത്തം നമുക്കൊരു അപ്പോൾ ആകെ മൊത്തം നമുക്ക് അവൻ വാങ്ങിച്ചതും ഫിക്സ് ചെയ്യാനും എല്ലാം കൂടി ആയിട്ട് നമുക്കൊരു 1,30,000 ഒരു ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ വാങ്ങിക്കുന്നത് ക്രിസ്മസ് ടൈമിലായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു പ്ലം ഓർഡേഴ്സിന് വേണ്ടിയിട്ട്. എനിക്ക് 500 ഗ്രാംസിൻ്റെ എൻ്റെ ടിന്ന് വരുന്നത് 5 ഇഞ്ചസാണ്. എനിക്ക് 24 5 ഇഞ്ചസ് കയറുമായിരുന്നു 2 തട്ടിലായിട്ട്. 1 kgൻ്റെ ആണെങ്കിൽ 7 ഇഞ്ചസാണ് ട്രേ വരുന്നത്. അത് 12 എണ്ണവും കയറുമായിരുന്നു 2 തട്ടിലായിട്ട്. ബ്രൗണീസ് ആണെങ്കിൽ 12 എണ്ണം കയറും 2 തട്ടിലായിട്ട്. കുറേ റിസർച്ച് ചെയ്തിട്ടായിരുന്നു ഞാൻ അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര വർത്ത് ഇറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റീൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഡിഫറൻസ് ഒന്നും എനിക്ക് വരുന്നില്ല. എനിക്കൊരു 2500 റുപ്പീസാണ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നത് പുതിയ അവൻ എടുത്തിട്ട്. അപ്പം ഇതൊക്കെയാണ് അവൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.